സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഒരുങ്ങുന്നു. സർക്കാരിന്റെ നീക്കം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പരാതിയുള്ളവർ അന്വേഷണ സംഘത്തെ നേരിട്ട് സമീപിക്കാം. ആരോപണം ഉന്നയിച്ചവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്തായാലും ഈ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് നീക്കം, എന്തൊക്കെയാണ് തീരുമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിനാണ് സർക്കാർ ഇപ്പോൾ മുതിർന്നിട്ടുള്ളത്. ഇതിനായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കഴിഞ്ഞ ദിവസം DGPയുമായിട്ട് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. IG സ്പർജൻ കുമാറിന്റെ ചുമതലയിൽ ഉന്നത വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേരാണ് ഈ സംഘത്തിലുള്ളത്. ആരോപണങ്ങളുള്ള നടിമാർക്ക് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് നേരിട്ടെത്തി മൊഴി നൽകാമെന്നാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ പുറത്തു വന്നതോടെയും സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ ഇനി ഒരു തവണയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണമുള്ളവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതി നൽകാൻ താല്പര്യമുള്ളവർ ഒരു തവണയും കൂടി ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകേണ്ടി വരുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിൽ അവർക്ക് എപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഈ സിനിമാ മേഖലയിലെ ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റു ചൂഷണങ്ങൾക്കെതിരെയും ഒക്കെ നേരത്തെ ഒരു തവണ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. അത് ഏതാണ്ട് 7 വർഷത്തോളം സർക്കാരിന് അല്ലെങ്കിൽ ഒരു 7 വർഷത്തോളം അത് പുറത്തു വരാതിരുന്നു. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഇനി ഒരു അന്വേഷണ സംഘം കൂടി വരുന്നതോടെ അവർക്ക് മൊഴി കൊടുക്കാൻ വിടുക, നിരന്തരം ഇതിന് പിന്നാലെ പോകുക എന്ന് പറയുന്നത് തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുമെന്നൊരു ആശങ്ക ഇതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സർക്കാരിന് സമ്മർദ്ദത്തിലാഴ്ത്തുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിലും പാർട്ടിയിലും ഒരേപോലെ തന്നെ ഈ വിഷയം സമ്മർദ്ദമായി. സർക്കാർ ആദ്യമെടുത്ത നിലപാട് അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആദ്യമെടുത്ത നിലപാടൊക്കെ വളരെ അഴകൊണിച്ച നിലപാടായിരുന്നു. ആ നിലപാട് ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഒരു അഴകുഴച്ച നിലപാട് വന്നതോടെയാണ് കൂടുതൽ പ്രതികരണങ്ങളും ഈ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തത്. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതിരോധം വന്നതോടെയാണ് സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിൽ പോകുന്നത്. എന്തായാലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയുള്ളവർക്ക് നേരിട്ട് പരാതി നൽകാൻ, പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ലക്ഷ്മി.